And let me frank with you, whenever the term NRI is used, there's a prejudice. NRI means very rich, hi-fi team. They are coming with crores of rupees, dollars and dirhams, spend thousands of rupees for even silly matters. But I know, especially personally I know, this prejudice, this is just prejudice and not factual. And thousands, even lakhs of people are working there in Gulf countries only for meeting their even livelihood. And many of them, perhaps majority of them, are striving for that. Let me come to my duty to welcome you all. In this session, Chairman of Popular Front of India, E.M. Abdurrahman Sahab, will preside over the function. I welcome E.M. Abdurrahman Sahab. Popular Front of India is organizing National Political Conference, not as a show of strength. This is an earnest, sincere, honest attempt to convey a message that is very relevant and very pertinent to the current call of this land. We, Popular Front, as well as the state organizations, NDF of Kerala, MNB of Tamil Nadu, KFD of Karnataka, which has recently merged into Popular Front and got empowered themselves, have been organizing very few conferences in a very large scale. And we have seen the flags, the tricolor flags of Popular Front flying on the borders of Burma, the borders of Bangladesh, and also the borders of Nepal, in Manipur, Bengal, and Bihar. At this moment, with due reverence to the pious memories of the Shuhada, the great martyrs, who have set models for us by laying down their life in this path of struggle for justice, I pray to Almighty Allah for a due reward for our great martyrs, inshallah. NRI സമൂഹം, പ്രവാസി ഇന്ത്യക്കാർ, യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. അൽഹംദുലില്ലാഹ്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കേരളത്തിൽ ഏതാണ്ട് 2 പതിറ്റാണ്ടോടടുത്ത ഒരു കാലത്ത് ആരംഭം കുറിച്ച ഈ മുന്നേറ്റം, ഈ നവസാമൂഹിക ജാഗരണ സംരംഭം ഇന്ന് അൽഹംദുലില്ലാഹ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, കൃത്യമായി പറഞ്ഞാൽ ഈ കോൺഫറൻസ് പ്രചാരണത്തിൻ്റെ ഭാഗമായി 16 സംസ്ഥാനങ്ങളിൽ നമ്മുടെ ശബ്ദമേറ്റുവാങ്ങാൻ നമുക്ക് ആളുകൾ ലഭിച്ചുവെങ്കിൽ ഇത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം കൂടുതൽ അടുത്ത്, കൂടുതൽ അടുപ്പം പുലർത്തിക്കൊണ്ട് ഗൾഫ് നാടുകളിൽ നിങ്ങൾ വളരെ നാളുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ പ്രവർത്തകർക്ക് ഇതൊരു പുതിയ അനുഭവമാണെങ്കിൽ ഈ അടുപ്പങ്ങൾ, ഈ ബന്ധങ്ങൾ, ഈ സമ്പർക്കങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജോലിയുടെ ഭാഗമായി നിങ്ങൾ എത്തപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ നാളുകളായി തുടക്കം മുതൽ തന്നെ നിങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ സന്ദേശം, ഈ ലക്ഷ്യവും ഈ കർമ്മ രീതിയും
നിങ്ങൾക്ക് സ്വാഭാവികമായി വന്നു ചേർന്നിട്ടുള്ള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള നിങ്ങളുടെ സഹപ്രവർത്തകരുമായി പങ്കുവെക്കുന്നതിനുള്ള അവസരങ്ങൾ അൽഹംദുലില്ലാഹ് നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആക്കം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ക്രമപ്രവൃദ്ധമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രതിരോധത്തിൻ്റെയും പുനർനിർമ്മാണത്തിൻ്റെതുമായിട്ടുള്ള ഈ വഴിയിൽ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്ത് എല്ലാ ഗൾഫ് നാടുകളിലും വിവിധ സംസ്ഥാനങ്ങളിലെ ഗുണകാംക്ഷികൾ ഒരുമിച്ച് മുന്നോട്ട് വന്നുകൊണ്ട് ഫോറങ്ങൾ രൂപീകരിക്കുകയും നേരത്തെ ഫോറങ്ങൾ ഇല്ലായിരുന്നിടത്ത് പുതിയ ഫോറങ്ങൾ ഉണ്ടാക്കുകയും നേരത്തെ ഉണ്ടായിരുന്ന സംസ്ഥാന തലത്തിലുള്ള ഫോറങ്ങളെയൊക്കെ തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ഇന്ത്യൻ ഫ്രറ്റേണിറ്റി, ഇന്ത്യയുടെ ഭാഷാ, സംസ്ഥാന, സംസ്കാര വൈജാത്യങ്ങൾക്ക് അതീതമായ ഇന്ത്യക്കാരൻ്റെ സൗഹൃദവും ഇന്ത്യക്കാരൻ്റെ ഐക്യവും ഇന്ത്യക്കാർ എന്ന നിലയിലുള്ള സാഹോദര്യവും പേരിൽ തന്നെ വിളിച്ചു പറയുന്ന ഫ്രറ്റേണിറ്റി ഫോറങ്ങൾ നിങ്ങൾ പല ഗൾഫ് നാടുകളിലും രൂപീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഉണ്ടായ ഈ ഫ്രറ്റേണിറ്റി ഫോറങ്ങൾ ഗൾഫ് ഇന്ത്യക്കാരുടെ നിരവധി നീറുന്ന പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗൾഫ് നാടുകളിൽ കുടുങ്ങിപ്പോകുന്ന പോലീസ് കസ്റ്റഡിയിലും സർക്കാരിൻ്റെ നൂലാമാലകളിലുമൊക്കെ തന്നെ പെട്ടുപോകുന്ന ഗൾഫ് ഇന്ത്യക്കാരെ കണ്ടെത്തി സഹായിച്ച നിരവധി റിപ്പോർട്ടുകൾ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ജിദ്ദയിലെയും മക്കയിലെയും മദീനയിലെയും നിങ്ങളുടെ പ്രതിനിധികൾ ഹജ്ജ് വേളയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സ്തുത്യർഹമായ സേവനം നിങ്ങൾക്ക് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്ന് തീർച്ചയായും പ്രതിഫലം നേടിത്തരുന്ന ആ പ്രവർത്തനം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാരുടെ പ്രാർത്ഥനകളിലൂടെ അത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഫലങ്ങൾ പ്രാർത്ഥനകളായി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. In the approach of the political leadership and even in the approach of the media, a double standard in addressing the issues of non-resident Indians. There is an upper class of Western NRIs and a lower class of Middle East Gulf NRIs. Most of the government programs, most of the government schemes, most of the favors bestowed upon NRIs, the schemes initiated in the name of NRIs, goes to the affluent, elitist Western NRIs and the Middle East NRIs. I think they who constitute the vast majority of non-resident Indians. Their issues remain unaddressed. Even the government official Pravasi Divas programs and different get-togethers, they happens to be just getting together the Western elitist NRI bureaucrats and technocrats, as well as the very few affluent, rich people from the Gulf NRIs. So I think in spite of all these arrangements, because of the lack of willpower, commitment, and sense of justice, the situation of the NRIs still remain pathetic, and their problems still remain unsolved. I hope this meeting, as well as the emergence of these NRI forums in different Gulf countries, representing the common people, representing the vast majority of the Gulf non-resident Indians,
who constitute the working class, not the business and elitist class. Those organizations like India Fraternity Forums and Unity Center and Vijaravedi, which represents the vast majority of the working class NRI. I hope your activities and your voices and your efforts will help to deliver justice to the NRI people and also will help to solve the problems of NRIs. ആദ്യമായി ഗൾഫിൽ പ്രവർത്തിക്കാൻ തയ്യാറെടുത്ത 12 ആൾക്കാർ ഇന്ന് ഏതാണ്ട് 10,000 ആളുകൾ നമ്മളോടൊപ്പം പ്രവർത്തിക്കാൻ ഗൾഫ് രാജ്യത്ത് ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഇങ്ങനെ നമ്മൾ ഇന്ന് അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തുണ്ട്. അതുകൊണ്ടാണ് EM അബ്ദുറഹ്മാൻ സാഹിബിനും OMA സലാം സാഹിബിനും ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വന്നത്. ബീഹാറിൽ നിന്നുണ്ട്, മഹാരാഷ്ട്രയിൽ നിന്നുണ്ട്, കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിൽ നിന്നുണ്ട്, അതുപോലെ മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ ഇന്ന് ആളുകൾ സംബന്ധിച്ചിട്ടുണ്ട്. ഇവരൊക്കെ നമ്മളുമായി ചേർന്നുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ അവിടെ തയ്യാറായി നിൽക്കുന്നവരാണ്. സാധാരണഗതിയിൽ NRIs പ്രവാസി മലയാളികൾ എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ തന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു കറവപ്പശുക്കൾ എന്ന നിലയിലാണ് കാണുന്നത്. ഇവിടെ പല സംഗമങ്ങളും നടത്താറുണ്ടല്ലോ. സർക്കാർ വക സ്പോൺസേഡ് ഈ പരിപാടികൾ നടക്കാറുണ്ട്. അതേപോലെ തന്നെ ചില വലിയ മുതലാളിമാർ സ്പോൺസർ ചെയ്യുന്ന അവരുടേതായ, അവർക്ക് സ്വീകരണം നൽകുന്ന അവരുടേതായ പരിപാടിയും നടക്കാറുണ്ട്. കേരളത്തിൽ നടക്കാറുണ്ട്. ഇവിടെയുള്ള പരിപാടികൾ അങ്ങ് ഡൽഹിയിൽ കൊണ്ടുപോയും നടത്താറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണക്കാരായ പ്രവാസികളും പ്രവാസികൾ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. വലിയ പണക്കാരുടെ മാത്രമല്ല, ബിസിനസ്സുകാരുടെ മാത്രമല്ല, അവിടെയുള്ള ഗൾഫിലെ ചൂടിലും കൊടിയ തണുപ്പിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ 500 ദിർഹം മുതൽ അല്ലെങ്കിൽ റിയാൽ മുതൽ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവരുടെ സംഗമമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സംഗമങ്ങൾ, വലിയ സംഗമങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ വലിയ മുതലാളിമാരുടെ പരിപാടികൾക്ക് മാത്രം, പണക്കാരുടെയും പ്രമാണിമാരുടെയും പരിപാടികൾക്ക് മാത്രം പ്രാമുഖ്യം നൽകുന്ന ഒരു സർക്കാർ സമീപനം നമ്മൾ കാണുന്നുണ്ട്. അവരെ മാത്രം ഇരുത്തി അവർക്ക് മാത്രം കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്ത് അവരുടെ ആളുകളായി നിൽക്കുന്ന സർക്കാരിൻ്റെ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. സാധാരണക്കാരൻ്റെ പ്രശ്നം അവർക്ക് പ്രശ്നമാവാറില്ല. എന്നാൽ ഇവിടെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളാണ്, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളാണ് നമ്മൾ ഉന്നയിക്കാൻ പോകുന്നത്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് ഒരുപാട് കാശ്, ആയിരക്കണക്കിന് കോടി ഉറുപ്പിക ഒരു വർഷത്തിൽ നിങ്ങൾ അവിടെ നിന്ന് അധ്വാനിച്ചും കൊണ്ട് അയക്കുന്നുണ്ട്. അതൊക്കെ സർക്കാരിന് മുതൽക്കൂട്ടാണ്, ഈ രാജ്യത്തിന് മുതൽക്കൂട്ടാണ്. കേരളം പട്ടിണിയില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അവിടെ പോയി അധ്വാനിക്കുന്നത് കൊണ്ടും ചിലപ്പോൾ പട്ടിണി കിടക്കുന്നത് കൊണ്ടുമാണ്. എനിക്കറിയാം ഒരു സഹോദരനെ, 500 റിയാൽ ശമ്പളം കിട്ടുന്ന ഒരു സഹോദരൻ, അയാളുടെ വീട്ടിൽ അയാൾക്ക് പെങ്ങന്മാരുണ്ട്, കല്യാണം കഴിച്ചു കൊടുക്കാൻ സ്വന്തമായി വീടില്ല. അങ്ങനെയുള്ളൊരു സഹോദരൻ നാട്ടിലുള്ള ഇസ്ലാമിക പ്രവർത്തനത്തിന് വേണ്ടി 80 റിയാൽ മാസത്തിൽ ചെലവഴിക്കുന്ന പ്രവർത്തകന്മാരെ എനിക്കറിയാം, നേരിട്ടറിയാം. അങ്ങനെ നാടിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, സ്വന്തം ആശയവുമായും ആദർശവുമായും പൊക്കിൽ കൊടി ബന്ധം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്.
ഇങ്ങനെയുള്ള ആളുകൾക്കും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആളുകൾ അവിടെ പോയിട്ട് അധ്വാനിക്കുന്നു, ജോലി ചെയ്യുന്നു, കുടുംബം പോറ്റുന്നു, ഇങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ടത് മുഴുവൻ അയച്ചു കൊടുക്കുന്നു, അവസാനം വരുന്നത് വെറും കൈയോടെയാണ്. ഇതിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഗൾഫുകാരനാകുമ്പോഴേക്ക് തന്നെ നമ്മളും നമ്മളുടെ കുടുംബവും ഒക്കെ തന്നെ ഒന്ന് ഉഷാറാവും. ഗൾഫുകാരനായി എന്താണ് പണി എന്നുള്ളത് വരെ നോട്ടമില്ല, ചോദ്യവുമില്ല. ഇത്ര ശമ്പളം ഉണ്ട് എന്നുള്ളതൊന്നുമില്ല. നല്ല പണിയാണ് അവിടെ, ഗൾഫിൽ നല്ല പണി തന്നെയാണ്, ശമ്പളം വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള ജീവിതമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ നിന്ന് കത്തെഴുതും, അവിടെ കല്യാണം, ഇവിടെ കല്യാണം, നമ്മൾ അങ്ങനെ പോകുന്നത് മോശമല്ലേ, എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ, എന്ത് കൊടുക്കണം, അത് ഇന്നത് കൊടുക്കണം, മറ്റോൾ ഇത്ര കൊടുക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ കുറവാൻ പറ്റില്ല, അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കത്തുകൾ ഇങ്ങനെ കുടുംബത്തിൽ നിന്ന് തന്നെ പോകും. അതുപോലെ നാട്ടിൽ നിന്ന് മഹല്ല് കമ്മിറ്റിയുടെ വക കത്ത്, പിന്നെ ആ കമ്മിറ്റിയുടെ വക കത്ത്, ഈ കമ്മിറ്റിയുടെ വക കത്ത്, പിന്നെ നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വക കത്ത് വേറെയും. ഇങ്ങനെ ഒരുപാട് കത്തുകൾ വരുമ്പോൾ ഓരോന്നോരോ കത്ത് എടുത്ത് വെച്ച് അതിനനുസരിച്ചുള്ള കാശുകൾ എടുത്ത് വെക്കുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ബാക്കി. അങ്ങനെ വർഷങ്ങൾ കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പിന്നെ വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ, വലിയ വീട് വേണ്ടേ, ഗൾഫുകാരനല്ലേ, വലിയ വീട് വേണം. അതിൻ്റെ തറകളൊക്കെ ആ ലൈനിലാണ് ഇടുക. അവസാനം എങ്ങനെയോ ആക്കിയിട്ട് വലിയൊരു വീടുണ്ടാക്കും. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഈ പെയിൻറ്റ് ചെയ്യാനുള്ള കാശ് പോലും 2 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഈ വിധത്തിലുള്ള വീടുകൾ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ സ്വന്തമായ ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നില്ല എന്നുള്ളതാണ്. സ്വന്തമായി നമ്മൾ തന്നെ ഒരു സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുകയും ആ നിലയിൽ എനിക്ക് തിരിച്ചു പോകേണ്ടതാണ്, കാലാകാലം ഇവിടെ കഴിയേണ്ടതല്ല, തിരിച്ചു പോകേണ്ടതാണ് എന്നുള്ള നിലയിൽ ഒരു സാമ്പത്തികമായ അച്ചടക്കം പാലിച്ച് മുമ്പോട്ട് പോകാൻ പലപ്പോഴും നമ്മൾ തയ്യാറാവുന്നില്ല. നിങ്ങളുടെ സദസ്സിൽ ഞാനിപ്പോൾ ചോദിച്ചാൽ നിങ്ങളെല്ലാവരും വല്ലാതെ മുഷിയുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഡേറ്റ് കഴിഞ്ഞ് എത്ര ആൾക്കാരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? തിരിച്ചു വരാൻ ഒരു ഡേറ്റ് തന്നിരുന്നല്ലോ നിങ്ങൾക്കൊക്കെ പലർക്കും. ഇത്ര കൊല്ലം ഇന്ന മാസം തിരിച്ചു വരുമെന്ന് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടും തിരിച്ചു വരാത്ത എത്ര ആൾക്കാരുണ്ട് ഇപ്പോൾ? എന്താ തിരിച്ചു വരാത്തത്? നമുക്കറിയാം. തിരിച്ചു വരാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ വിചാരിച്ച സംഗതികളൊന്നും നടക്കാത്തത് കൊണ്ടാണ്. ഈ നടക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ഈ കത്തുകൾക്ക് മറുപടി അയച്ചത് കൊണ്ടാണ്. കത്തുകൾ നമ്മളയക്കുന്ന കത്ത് നിങ്ങൾ മറുപടി അയക്കണം, അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. മറ്റു പല കത്തുകൾക്കും നിങ്ങൾ മറുപടി അയക്കുന്നത് കൊണ്ടാണ് തിരിച്ചു വരാൻ പറ്റാതിരിക്കുന്നത്. എന്ന് വെച്ചാൽ സാമ്പത്തികമായ ഒരു അച്ചടക്കം നമ്മൾ പാലിക്കാത്തത് കൊണ്ടാണ്. അത് നമ്മൾ പാലിക്കണം. അതോടൊപ്പം ഈ തിരിച്ചു വരുന്ന ആളുകൾ അവരുടെ ചോര നീരാക്കി ഈ രാജ്യത്തെ തീറ്റിപ്പോറ്റുകയായിരുന്നുവെന്ന് ഈ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ തിരിച്ചു വരുന്ന ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ സർക്കാർ മുമ്പോട്ട് വെക്കണം. അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ദുരന്തം. നമ്മുടെ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർ പല വിഷയങ്ങളിലും നമ്മുടെ സഹായം തേടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എൻ്റെ അറിവ്. അതേപോലെ ധാരാളം ആളുകൾ ഇപ്പോഴും ജയിലിൽ കഴിയുന്ന നിരപരാധികളായ ആൾക്കാരുണ്ട്. നിരപരാധികളായിരിക്കില്ല, അപരാധികളായിരിക്കും അവിടുത്തെ നിയമം അനുസരിച്ച്. എന്ന് വെച്ചാൽ അവിടെ കാറൊന്ന് അങ്ങോട്ട് തട്ടിപ്പോയിട്ടുണ്ടാവും, അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് ഇങ്ങനെ സിഗ്നലൊന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും, ജയിലിലാണ്. ചെറിയ ചെറിയ സംഖ്യ കൊടുത്താൽ വിട്ടുകിട്ടുകയും ചെയ്യും. പക്ഷേ ആര് കൊടുക്കും? എംബസി ഉദ്യോഗസ്ഥ എംബസിയിൽ നിന്ന് കൊടുക്കണം. എംബസിയിൽ വെൽഫെയർ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ ചെറിയ ചില്ലറ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ ഒക്കെ വാങ്ങി വെക്കുന്ന കാശുണ്ട്. ഇത് ആര് ചെലവഴിക്കുന്നു, എന്തിന് ചെലവഴിക്കുന്നു? എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നു, ഞങ്ങൾക്ക് ശമ്പളം ഇല്ല, ഞങ്ങൾക്ക് ഇതിനൊന്നും ചിലവാക്കാനുള്ള കാശില്ല, ഞങ്ങൾ വിളിച്ചാൽ അങ്ങോട്ട് വരാനുള്ള പൈസ ഞങ്ങൾ കയ്യിലില്ല, ഞങ്ങൾ വളരെ ചുരുങ്ങിയ ശമ്പളത്തിന് ജോലി ചെയ്യാണ് ഇവിടെ എന്ന് പറയുന്നു. അപ്പോൾ സർക്കാർ അതിൽ ഉത്തരവാദിത്വ ബോധം കാണിക്കണം. ഇന്ത്യൻ പൗരന്മാരെ കുറിച്ച് നമുക്ക് അഭിമാനം വേണം. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് അഭിമാനം വേണമെങ്കിൽ ഇന്ത്യൻ പൗരന്മാരെ കുറിച്ച് ഇന്ത്യ ഗവൺമെന്റിനും അഭിമാനം വേണം. നിങ്ങൾ നോക്കൂ, ഒരു അമേരിക്കൻ പൗരൻ ഇന്ത്യ രാജ്യത്ത് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ അമേരിക്കൻ എംബസി ഒക്കെ ഉടനെ ഇടപെട്ടിട്ട് പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ആ പൗരബോധമാണത്. ഓരോ പൗരന്മാരെ സംബന്ധിച്ചുള്ള സർക്കാരിൻ്റെ ബോധമാണത്. നേരെ മറിച്ച് നമ്മൾ ഇന്ത്യക്കാർ പോയാൽ കിടന്നത് തന്നെ. ഏതെങ്കിലും ഇതുപോലുള്ള ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം പോലുള്ള സംഘടനകൾ ഇടപെട്ടാൽ ഇടപെട്ടു, ഇതുപോരാ.
സർക്കാർ ഇടപെടണം, അതിന് ഫണ്ട് നീക്കിവെക്കണം. ജയിലിലുള്ള ആൾക്കാരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി നഷ്ടപരിഹാരം നൽകണമെങ്കിൽ അതിനുള്ള ഫണ്ട് കണ്ടെത്തണം. അങ്ങനെ ഈ നാട്ടിൽ നിന്ന് പോയ പാവങ്ങളായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ, ഇത് നല്ലൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മളൊരു വിജയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ, ഒരു സന്തുഷ്ടമായ വിജയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ പറയാം. അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇന്ത്യ ഗേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇന്ത്യ ഗേറ്റാണിത്, ഒരു വിജയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലിരുന്ന് അല്ലെങ്കിൽ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രവർത്തിച്ചതുപോലെ അല്ല ഇപ്പോഴുള്ള സ്ഥിതി. നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾ അംഗീകരിക്കുവാൻ തയ്യാറായി ഹിമാലയത്തിൻ്റെ ചുവട്ടിലും ആളുകൾ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. മുമ്പ് നമ്മൾ പറയാറുണ്ടായിരുന്നല്ലോ, കന്യാകുമാരി മുതൽ ഹിമാലയം വരെ അള്ളാഹുവിനെയും ആട്ടിൻകുട്ടിയെ പിടിക്കുന്ന ചെന്നായിയും അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടാത്ത ഒരു കാലം വരും ഇൻഷാ അല്ലാഹ് എന്ന് നമ്മൾ പറയാറുണ്ടായിരുന്നല്ലോ. ಆ ಕಾಲಂ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ವന്നുകൊണ്ടിരിക്കുക ತನ್ನೆಯಾണ് ಇನ್ಶಾ ಅಲ್ಲಾಹ್. ಇನ್ನು ವಿದ್ಯಾವಂತರಾಗಿದ್ದರೂ ಸಹ ನಾವು ವಿದೇಶಕ್ಕೆ ಹೋಗಿ ಅಲ್ಲಿ ಉದ್ಯೋಗದಲ್ಲಿ ನಿರತರಾಗ್ತೇವೆ. ಇದಕ್ಕೆ ಬದಲಾಗಿ ಒಂದು ಸಕಾರಾತ್ಮಕ ಪರಿಹಾರ ಏನು ಅಂತಿಲ್ಲ, ಚಿಂತನೆ ಏನು ಅಂತ ಹೇಳಿದರೆ, ವಿದ್ಯಾಭ್ಯಾಸಕ್ಕಾಗಿ ನಾವು ಉತ್ತೇಜನವನ್ನು ನೀಡುವುದು, ಉನ್ನತ ವ್ಯಾಸಂಗಕ್ಕೆ ಪ್ರೋತ್ಸಾಹವನ್ನು ನೀಡುವುದು, ಸ್ವದೇಶದಲ್ಲಿ ಇಲ್ಲಿಯೇ ಉದ್ಯೋಗವನ್ನು ಅರಸುವುದು ಮತ್ತು ಸರಕಾರಿ ಕ್ಷೇತ್ರಗಳಲ್ಲಿ ಉದ್ಯೋಗದಲ್ಲಿ ತೊಡಗಿಸಿಕೊಳ್ಳುವುದು, ವಿದ್ಯಾ ಕೇಂದ್ರಗಳನ್ನು ಸ್ಥಾಪಿಸುವುದು, ಈ ರೀತಿಯಾಗಿ ನಾವು ಅಜೆಂಡವನ್ನು ತಗೊಂಡು ಶೈಕ್ಷಣಿಕ ಕ್ಷೇತ್ರದಲ್ಲಿ ಸಬಲೀಕರಣಗೊಳ್ಳಲಿಕ್ಕೆ ನಮಗೆ ಸಾಧ್ಯತೆ ಇದೆ. ಅದೇ ರೀತಿ ಔದ್ಯೋಗಿಕ ಕ್ಷೇತ್ರದಲ್ಲಿ ನಮಗೆ ಇಲ್ಲಿ ವಿದ್ಯಾಭ್ಯಾಸ ಇದ್ದರೆ, ಇಂಜಿನಿಯರ್, ಡಾಕ್ಟರು, ಲಾಯರ್ಸ್ಗಳಿದ್ದರೆ ಅದನ್ನು ಇಲ್ಲೇ ಉಪಯೋಗಿಸಿಕೊಂಡ್ರೆ ಔದ್ಯೋಗಿಕ ಕ್ಷೇತ್ರದಲ್ಲಿ ನಮಗೆ ಖಂಡಿತವಾಗಿಯೂ ಸಬಲೀಕರಣಗೊಳ್ಳಲಿಕ್ಕೆ ಸಾಧ್ಯತೆ ಇದೆ. ಈ ಎಲ್ಲ ಕ್ಷೇತ್ರದಲ್ಲಿ ನಾವು ಸಬಲೀಕೃತರಾಗಬೇಕಿದ್ರೆ ರಾಜಕೀಯ ಕ್ಷೇತ್ರದ ಅಗತ್ಯ ಇದೆ. ಈ ರಾಜಕೀಯ ಕ್ಷೇತ್ರದಲ್ಲಿ ಯಾವ ರೀತಿ ನಾವು ಹಿನ್ನಡೆಯನ್ನು ಅನುಭವಿಸ್ತಾ ಇದ್ದೇವೆ ಅಂತ ಹೇಳಿದರೆ, ಮತದಾನದ ಬಗ್ಗೆ, ನಮ್ಮ ವೋಟಿನ ಬಗ್ಗೆ ನಮಗೆ ಸರಿಯಾದ ಜ್ಞಾನ ಇಲ್ಲ. ಅದು ಮಾಡಿದ್ರೂ ಆಗ್ಬೋದು, ಮಾಡದಿದ್ರೂ ಆಗ್ಬೋದು ಅಂತ ಹೇಳುವ ಚಿಂತನೆ ಇದೆ. ಅದರ ಬಗ್ಗೆ ಸರಿಯಾದಂಥ ಜ್ಞಾನ ಅಗತ್ಯ ಇದೆ. ಮತದಾರರ ಪಟ್ಟಿಯಲ್ಲಿ ನಮ್ಮ ಹೆಸರನ್ನು ಸೇರ್ಪಡೆಗೊಳಿಸದೇ ಇರುವುದು, ಒಂದು ಸೇರ್ಪಡೆಗೊಳಿಸದೇ ಇರಲಿಕ್ಕೆ ಒಂದು ಪ್ರಯತ್ನ ಪಡ್ತಾ ಇದ್ದಾರೆ. ಅದು ಮಾತ್ರ ಅಲ್ಲ, ನಮಗೆ ಸ್ವತಃ ಅದರಲ್ಲಿ ಸೇರಲಿಕ್ಕೆ, ಅದನ್ನು ಸರಿಪಡಿಸಲಿಕ್ಕೆ ಅದರ ಬಗ್ಗೆ ಜ್ಞಾನ ಇಲ್ಲ, ಅದರ ಬಗ್ಗೆ ಅರಿವಿಲ್ಲ. பாப்புலர் ஃப்ரண்ட் ஆஃப் இந்தியா மிக பாரதூரமான அனைத்து தரப்பு மக்களையும் அரசியலில் வலிமைப்படுத்துதல் என்ற ஒரு லட்சியத்தை தானாக முன்வந்து சுமந்துள்ளது. ஒட்டுமொத்த இந்திய முஸ்லிம்களிடமும் தாழ்த்தப்பட்ட மக்களிடமும் பிற்படுத்தப்பட்ட மக்களிடமும் ஒரு அரசியல் மாற்றத்தை உருவாக்குவதற்காக வேண்டி, ஒரு அரசியல் விழிப்புணர்ச்சியை ஏற்படுத்துவதற்காக வேண்டி, பாசிட்டிவ் பொலிட்டிக்ஸ் என்ற ஒரு சித்தாந்தத்தை விதைப்பதற்காக வேண்டி அதனுடைய பிரச்சார பயணம் கடந்த நவம்பர் 2 தொடங்கி பல்வேறு அரசியல் புரட்சிகளுக்கு பிறப்பிடமாக இருந்த சென்னையிலிருந்து துவங்கி ஒட்டுமொத்த இந்தியாவையும் சுற்றி இன்று சிறப்பாக முடிந்திருக்கின்றது. அல்ஹம்துலில்லாஹ். அந்த மாநாட்டினுடைய துவக்க விழாவில்தான் நாம் இன்று அமர்ந்திருக்கின்றோம். சகோதரர்களே, மனித வரலாற்றை நாம் உற்று நோக்கும் பொழுது வாழ்வியல் நிலைகளில் 2 நிலைகளை தான் நாம் காண முடிகின்றது. ஒன்று அதிகாரமுள்ள நிலை, மற்றொன்று அதிகாரம் இல்லாத அடிமைத்தனமான நிலை. நாம் அதிகாரம் பெற முயற்சிக்கவில்லை என்றால் நிச்சயமாக இந்த தேசத்தில் நம்மை அடிமைப்படுத்தி விடுவார்கள் என்பதுதான் வரலாறு கூறும் உண்மை. எனவே நாம் இதுவரை கடைபிடித்து வந்த பழைய தந்திரமான எதிர்மறை அரசியலை நாம் மூட்டை கட்டிவிட்டு ஒரு பாசிட்டிவ் பொலிட்டிக்ஸ் என்ற ஒரு நேர்மறை அரசியலை பற்றி சிந்திக்க வேண்டும், செயல்பட வேண்டும் என்றுதான் நம்முடைய இயக்கம் ஒட்டுமொத்த சமூகத்திற்கும் அழைப்பு விடுக்கின்றது. ഇവിടെ ടാഗോർ ഹാളിലേക്ക്
വന്നപ്പോൾ ഒരു വാഹനത്തിൻ്റെ മുകളിൽ ലഗേജുമായി എയർപോർട്ടിൽ നിന്ന് നേരിട്ട് സഹോദരന്മാരും സഹോദരിമാരും ഈ വേദിയിലേക്ക് കടന്നു വരുന്ന രംഗങ്ങൾ കാണാൻ സാധിക്കുകയുണ്ടായി. സ്വന്തം കുടുംബത്തിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് വന്നു ചേരുന്ന ഒരാവേശത്തോടെയാണ് പലരും ഈ സദസ്സിലേക്ക് ഇന്നെത്തിയിട്ടുള്ളത്. വ്യക്തിപരമായ, കുടുംബപരമായ ആവശ്യങ്ങൾക്കോ മറ്റും ലീവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും താല്പര്യം കാണിക്കാതെ എല്ലാ ലീവുകളും ഈ ഒരു മഹാസംഗമത്തിലേക്ക്, സമ്മേളനത്തിലേക്ക് മാറ്റിവെച്ച ഒരുപാട് സഹോദരന്മാരെ ഈ സദസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഇത് തന്നെയാണ് ഈ ഒരു മുന്നേറ്റത്തിൻ്റെ കരുത്ത്. ഈ മുന്നേറ്റത്തിൻ്റെ പ്രയാണത്തിൽ ഓരോ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള സ്മരിക്കപ്പെടേണ്ട, ഓർത്തു വയ്ക്കേണ്ട ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മുടെ മുൻഗാമികളായ ഒരുപാട് സഹോദരന്മാരുടെ വിയർപ്പിൻ്റെ, ചോരയുടെ, ജയിൽവാസത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ യഥാർത്ഥ പ്രതിഫലനമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വഴിയിൽ ഇൻഷാ അല്ലാഹ് ഇനിയും അതൊക്കെ തന്നെ തുടരേണ്ടതുണ്ട്, തുടരുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഉള്ള താല്പര്യവും രാജ്യം തകർന്നു പോകാതിരിക്കാനുള്ള ജാഗ്രതയോടെയുള്ള ഒരു നിലപാടുമാണ് ഈ വേദിയിൽ നമ്മളെ ഒന്നിപ്പിച്ച് നിർത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്, നമ്മുടെ സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തിക്തമായ യാഥാർത്ഥ്യങ്ങളെ അത് ഉൾക്കൊണ്ടുകൊണ്ട് കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ ഒരു ദൗത്യമാണ് നമ്മളിവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ ശക്തി പകർന്നുകൊണ്ട് ഒരുപാട് കഴിവഴികൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കരുത്തുറ്റ അതിശക്തമായ ഒരു പ്രവാഹമായി ഇൻഷാ അല്ലാഹ് ഇത് പരിണമിക്കുക തന്നെ ചെയ്യും. ഓരോ കഴിവഴികളും സ്ത്രീകളുടെയും കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും പണ്ഡിതന്മാരുടെയും ഇന്നിപ്പോൾ ഇതാ പ്രവാസികളുടെയും ഒരു മുന്നേറ്റം ഈ പ്രവാഹത്തിൽ അതിശക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈയൊരു കൂടിച്ചേരലുകളിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഏതോ ചില മുഖങ്ങൾക്ക്, ആ മുഖങ്ങൾക്ക് മിനുങ്ങാനുള്ളതോ ഏതോ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള ഒന്നല്ല ഈ ഒരു സംഗമം. മറിച്ച് രാജ്യത്തെ അടിസ്ഥാനപരമായ ഒരു ജനവിഭാഗത്തിൻ്റെ ഒരു മാറ്റത്തിനുള്ള കാഹളം മുഴങ്ങിയ സ്ഥിതിക്ക് അതിനെ ഏറ്റെടുത്തുകൊണ്ട്, അതിന് കരുത്ത് പകർന്നുകൊണ്ട്
അതിന് ശക്തി പകർന്നുകൊണ്ട് തങ്ങളുടെ വേദനകളും തങ്ങളുടെ പ്രയാസങ്ങളും തങ്ങളുടെ പ്രാരാബ്ധങ്ങളും മാറ്റിവെച്ചുകൊണ്ട് വളരെ കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടി ആ മുന്നേറ്റത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരു കൂടിച്ചേരലും ഒത്തുചേരലുമാണ് ഈ പ്രവാസി സംഗമം എന്നുള്ളത് പ്രത്യേകമായി സവിശേഷത അറിയിക്കുന്ന ഒന്നാണ്. ഇവിടെ ഒരുപാട് മേഖലകളിൽ പ്രവാസികൾ അവരുടേതായ സംഭാവനകൾ ഈ നാടിൻ്റെ വികസനത്തിനും പുരോഗതിയുടെയും കാര്യത്തിൽ ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ സംഭാവനകളൊക്കെ തന്നെ അവരുടെ വ്യക്തിപരമായ പുരോഗതിയെ പലപ്പോഴും തടസ്സപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരുന്നു അവർ ആ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനർഹമായ ഒരു പരിഗണന പലപ്പോഴും ഒരു ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഭാഗത്തിന് നേരത്തെ സൂചിപ്പിച്ച പോലെ രാജ്യത്തിൻ്റെ ഭരണ നിർവഹണ മേഖലകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെടുകയും അകറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ വിഭാഗത്തിൻ്റെ ഇക്കാലം വരെ സ്വീകരിച്ച അവഗണന, ആ അവഗണന തുടരുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് വോട്ടവകാശം നൽകാതെ മാറ്റി നിർത്തുന്നതിൻ്റെ പ്രധാനമായ കാരണം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ പ്രവാസി സമൂഹത്തിന് വോട്ടവകാശം നൽകിയാൽ ആ വോട്ടവകാശം നൽകുന്നതിലൂടെ ഇക്കാലം വരെ ആരൊക്കെയായിരുന്നോ അവരെയും ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെയും അവഗണിച്ചത് അവരോടുള്ള പ്രതിഷേധം അവർ രേഖപ്പെടുത്തുമെന്നുള്ള ഭയപ്പാടുമായിരിക്കാം ചിലപ്പോഴൊക്കെ വോട്ടവകാശം നൽകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അത്തരം ആ ഒരു ആവശ്യത്തിന് ഒരുപാട് കാലം ഇവിടെയുള്ള മറ്റ് സംഘടനകളും പ്രവാസികളും മറ്റ് സംഘടനകളുമൊക്കെ ഉന്നയിട്ടെങ്കിൽ അതിശക്തമായ ആത്മാർത്ഥമായ വളരെ സത്യസന്ധമായ ഒരു സമര മുന്നേറ്റം ഈ ഭാഗത്ത് ഇതിനു വേണ്ടി മാത്രമായിട്ടുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ തിരിച്ചെത്തുന്ന പ്രവാസികളുടെ പുനരധിവാസത്തിൻ്റെ കാര്യത്തിലും കാര്യക്ഷമവും കാര്യമാത്ര പ്രസക്തവുമായ രീതിയിലുള്ള ഇടപെടലുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ അടുത്ത കാലത്തായിട്ട് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് തങ്ങളുടെ രാഷ്ട്രീയപരമായ ശക്തിയെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിടിക്കാൻ വേണ്ടി മാത്രമുള്ള ചില ക്ഷേമനിധികളും ചില ഇൻഷുറൻസുകളും എന്നതിനപ്പുറത്ത് വളരെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്ന, രാജ്യത്തിൻ്റെ വികസനത്തിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ ഭാവിയെ കണ്ടുകൊണ്ടുള്ള ഒരു നിലപാടും കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. തീർച്ചയായും ഈ മേഖലയിലൊക്കെ തന്നെ ഈ പ്രവാസി സമൂഹത്തിൻ്റെ വികാരങ്ങളോടൊപ്പം നിൽക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. Now, ശേഷം ഈ ഹാളിന് പുറത്ത് നിന്ന് ലഭിക്കുന്നതാണ്. The CDs Lack of facilities for higher education is a major problem faced by Indian expatriates in the Gulf region. The economic hardship has forced a large number of people to discontinue their studies and work abroad for their livelihood. Many of them can develop their career if given a chance to pursue their studies abroad, despite government assurances about establishing special universities for non-resident Indians. No concrete steps have been initiated to open even study centers of existing universities abroad. The existing distant education facilities available in some of the Gulf countries, however, cater only to a limited few who are well placed and form the upper strata of the expatriate community. Providing adequate higher education facilities
for these people will actually boost the economy of our country by enabling them to advance in their career and hence increase the foreign reserves of the country. It is also to be noted that the children of Indian expatriates living in the Gulf region are forced to pursue higher education after higher secondary courses in foreign universities or universities back in India, the cost of which is sometimes unaffordable to many underpaid workers. This meeting urges the central and the state governments to initiate concrete measures to start university study centers in the Gulf region, similar to the Indian schools functioning in this region. Urgent action by the government to free Indians in overseas jails. The number of Indian expatriates being imprisoned in foreign countries due to ignorance of local laws and traffic rules is on the increase at an alarming rate, and that a large number of people have been given long-term jail sentences after being unable to pay up huge fines imposed by authorities for traffic accidents and violations. The NRI fraternity meet of the Popular Front of India strongly demands that the central and state governments intervene in such cases and to instruct embassies and consular authorities take serious steps to release these unfortunate souls. This meet also demands the government to provide financial support from the welfare fund run by the Indian embassies for the release and return of Indians imprisoned for various reasons. The NRI fraternity meet of the Popular Front of India hereby demand that the Indian expatriates who strengthens the Indian economy and spearheaded the development activities be provided the rights to vote. More than 6 million Indian expatriates living in the 6 GCC countries send about $30 billion worth of foreign exchanges yearly, comprising 3% of the national income, even after a lot of discussions, deliberations, and declarations on providing identity cards and voting rights for the Indian expatriates, nothing has materialized until now. This meeting also deplores the stepmotherly attitude adopted by the central government, as well as political leaders towards the expatriates in the Gulf. And the annual NRI Jamborees are nothing but the showcase unpopular and unrepresentative expatriate leaders. Therefore, this meeting strongly demands that the activity of Bharatiya Pravasi Divas be made more effective and the central government take appropriate steps to effectively pass the Pravasi Rights to Vote Bill that is expected to be presented at the next Parliament session. The NRI fraternity meet of Popular Front of India strongly demands the following to the affected, deprived and destitute Gulf returnees. 1. Introduce special schemes to provide jobs in government or quasi-government institutions to expatriates who are forced to return home after losing their jobs. 2. Provide reservation in education institutions to children of destitute expatriates. 3. Initiate new scheme to provide special provision for the development and uplift of the poor Gulf returnees. Emirates India Fraternity Forum ये यूएई में काम करने वाला एक सोशल ऑर्गेनाइजेशन है। इसका जो छोटा सा तारुफ और उसके कारगरी के बारे में मैं इंशाल्लाह आपको बताऊंगा। इस तंजीम के मेन मकासद यूएई में रहने वाले हिंदुस्तानियों के वेलफेयर के लिए काम करना, यूएई के कानून के बारे में अनपढ़ और कम पढ़े लिखे हिंदुस्तानियों को आगाह करना, आम हिंदुस्तानियों को जो मुश्किलात पेश आते हैं इसको इंडियन एम्बेसी के साथ मिलकर हल करना, यूएई के बाशिंदों और हिंदुस्तानियों के दरमियान जो फासला है उसको कम करना, बिखरे हुए हिंदुस्तानियों के दरमियान इत्तेहाद पैदा करके इन्हें एक झंडे के नीचे लाना। पिछले एक साल में एमिरेट्स इंडिया फ्रेटर्निटी फोरम ने जिन कामों को अंजाम दिए हैं उनका मुख्तसर तारुफ। एमिरेट्स इंडिया फ्रेटर्निटी फोरम का इफ्तिताह हिंदुस्तान के 59वें यौम आज़ाद यानी रिपब्लिक डे के मौके पर
दुबई के ईट एंड ड्रिंक पार्टी हॉल में 26 जनवरी 2008 को वहाँ के हिंदुस्तानियों को जमा करके किया गया, जिसमें खुसूसी मेहमान होकर जनाब सैयद शहाबुद्दीन साहब, फॉर्मर एम्बेसडर ऑफ इंडिया और एक्स MP तशरीफ़ फरमा थे, जिन्होंने अपनी तकरीर में साचार कमेटी के रिपोर्ट के इम्प्लीमेंट के बारे में और रिजर्वेशन के बारे में और पिछले तबकों के हिंदुस्तानियों और मुसलमानों के नौकरी के बारे में अपनी बात पेश की और फ्रेटर्निटी फॉरम के मेंबरान को बेटर और ब्राइटर हिंदुस्तान के लिए काम करने का मशवरा भी दिया। उसके बाद गेट वेल सून कैंपेन हिंदुस्तान के 62वें यौम आज़ादी के मौके पर फ्रेटर्निटी फॉरम गेट वेल सून नाम से कैंपेन किया, जिसमें UAE के 7 बड़े हॉस्पिटल को EIFF के वॉलंटियर्स ने दौरा किया, जिसके ज़रिए से UAE के 5 स्टेट के 300 से ज़्यादा मरीज़ों की इयादत की गई। हॉस्पिटल अथॉरिटीज़ के प्री अप्रूवल से फ्रेटर्निटी फॉरम के वॉलंटियर्स ने सर्जिकल वार्ड, जनरल वार्ड, चिल्ड्रन वार्ड और फीमेल वार्ड के मरीज़ों की मुलाकात की और उनकी सेहतमंदी होने की दुआ की और उसके साथ फल फूल और ग्रीटिंग कार्ड्स भी दिया गया। हॉस्पिटल अथॉरिटीज़ ने वेल डिसिप्लिन्ड और वेल ऑर्गेनाइज्ड वॉलंटियर्स के बर्ताव को देखकर बहुत सराहा और एप्रिसिएशन लेटर भी दिया है। और इस कैंपेन में एमिरेट्स इंडिया फ्रेटर्निटी फॉरम के लेडीज़ विंग ने भी अच्छा काम किया था। और दूसरा हेल्थ अवेयरनेस कैंप, एमिरेट्स इंडिया फ्रेटर्निटी फॉरम ने UAE के 37वें नेशनल डे के मौके पर हेल्थ अवेयरनेस कैंप करने का फ़ैसला लिया। इस कैंप में कम तनख्वाह के काम करने वाले और लेबरर्स के लिए UAE के 3 अलग अलग स्टेट्स अबू धाबी, दुबई और शारजा में वहाँ के बड़े क्लिनिक के मदद से लेबर कैंप में फ्री हेल्थ चेकअप करवाया गया, जिससे दूसरे मुल्कों के 250 से भी ज़्यादा कम तनख्वाह के काम करने वालों ने फ़ायदा हासिल किया। इस काम का बड़ा फ़ायदा ये हुआ कि कुछ लेबरर्स को कुछ ख़तरनाक बीमारियां थी जिनसे वो बेखबर थे। चेकअप करते वक्त पता चला और उन लोगों को सलाह दिया गया कि जल्दी ही ऑपरेशन किया जाए। कुछ लोगों को ट्रीटमेंट के लिए उनके मुल्क भी भेजा गया। और 60th इंडियन रिपब्लिक डे के मौके पर एमिरेट्स इंडिया फ्रेटर्निटी फॉरम ने नेशनल पॉलिटिकल कॉन्फ्रेंस जो कैलिकट में चल रहा है उसकी हौसला अफजाई करते हुए UAE के अलग अलग रियासतों में जैसे अलैन, फुजैर, अजमान, दुबई, अबू धाबी, शारजा में कई गैदरिंग्स और पब्लिक प्रोग्राम्स मुनक्कद किए, जिसमें खुसूसी मेहमान होकर एडवोकेट जनाब जाफ़र या जिलानी साहब जो मुस्लिम पर्सनल लॉ बोर्ड के मेंबर हैं और जनाब उस्मान बेग साहब जो पॉपुलर फ्रंट के NEC मेंबर हैं और जनाब मोइनुद्दीन कुट्टी फैज़ी साहब जो पॉपुलर फ्रंट के NEC मेंबर ये शामिल थे, जिन्होंने अपने खिताब में पॉजिटिव पॉलिटिक्स और टोटल एम्पावरमेंट की ज़रूरत के बारे में हाज़रीन के सामने बात पेश की। പ്രധാനമായിട്ടും സൗദി ഇന്ത്യ ഫ്രറ്റേണിറ്റി ഫോറം അത് കഴിഞ്ഞ 2 വർഷമായി രൂപീകരിക്കപ്പെട്ട ഇന്ത്യക്കാരുടെ ഒരു പൊതുവേദിയാണ്. മലയാളികൾക്കിടയിലായിരുന്നു സേവന പ്രവർത്തനങ്ങൾക്കുള്ള ധാരാളം സംഘടനകൾ. മലയാളികൾ എവിടെയുണ്ട് അവിടെയൊക്കെ തന്നെ ഒരുപാട് സംഘടനകളുണ്ടാവും സ്വാഭാവികമായിട്ടും. പക്ഷേ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സംഘടന ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഒരു സാഹചര്യത്തിൻ്റെ ഒരു തേട്ടമെന്ന നിലയ്ക്ക് 2 വർഷം മുമ്പ് ഇന്ത്യ ഫ്രറ്റേണിറ്റി ഫോറം മുഴുവൻ സംസ്ഥാനങ്ങളെ പ്രതികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വേദി രൂപീകൃതമാവുന്നത്. അങ്ങനെ നടത്തുന്ന പ്രധാന പ്രവർത്തനങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഹജ്ജ് സർവീസ് 1000-ഓളം വരുന്ന ഇന്ത്യയുടെ 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ ഭാഷ സംസാരിക്കുന്ന 1000-ഓളം വരുന്ന വളണ്ടിയറെ വെച്ചുകൊണ്ട് ഞങ്ങൾ 1,50,000-ഓളം നമ്മുടെ രാജ്യത്തു നിന്ന് വരുന്ന അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന 2.5 മില്യൺ അല്ലെങ്കിൽ 3 മില്യണോളം വരുന്ന ഹാജിമാരിലേക്ക് നമ്മുടെ ഒരു പ്രവർത്തകന്മാർ നൽകുന്ന സേവനം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കും. നമ്മുടെ എക്സ്പോയിൽ അതിൻ്റെ മൾട്ടി പ്രസൻറ്റേഷനും നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്.
അതാണ് ഒന്ന്. മറ്റൊന്ന് വെൽഫെയർ ആക്ടിവിറ്റീസ്. ധാരാളം സാധ്യതകളുള്ള ഒരു മേഖലയാണ്. ഇവിടെ അബു സാഹിബിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച അബു റാഫി, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അദ്ദേഹത്തെ പിന്നെ ഇനി എന്ത് ഞങ്ങളുടെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ലാതെ നിസ്സഹായനായി കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് നമ്മുടെ ഫ്രാറ്റേണിറ്റി കോർഡിനേറ്ററെ സമീപിക്കുകയും അങ്ങനെ സൗദിയിൽ റിയാദ്, അബഹ, ജിദ്ദ ഈ 3 പ്രവിശ്യയിലെ ഫ്രാറ്റേണിറ്റി പ്രവർത്തകന്മാരുടെ കഠിന പ്രവർത്തനവും അതുപോലെ തന്നെ ഇവിടെയുള്ള NCHRO പോലുള്ള സംഘടനകൾ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് അതിന് ഒരുപാട് സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരെല്ലാം കൂടെയും കൂട്ടായ പ്രവർത്തന ഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വധശിക്ഷ മേൽക്കോടതി റദ്ദ് ചെയ്യുകയും ഇനി ഒരു ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു തീരുമാനം വരുന്നതോടുകൂടി ഇൻഷാ അല്ലാഹ് അദ്ദേഹം ഫ്രീ ആവുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഒരുപാട് വെൽഫെയർ കേസുകൾ ഞാൻ ഓർക്കുകയാണ്, ഒരു ഭഗീരഥി അമ്മ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ശമ്പളവും ആനുകൂല്യം കിട്ടാതെ കഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ പ്രവർത്തകന്മാരെ സമീപിക്കുകയും നമ്മൾ ഇടപെടുകയും ആ മുഴുവൻ ആനുകൂല്യങ്ങളും വാങ്ങി അവരെ നാട്ടിലേക്ക് ഡീപ്പോർട്ടേഷൻ വഴി നാട്ടിലേക്ക് പോകാനിരുന്ന അവരെ നേരിട്ട് തന്നെ നാട്ടിലയക്കാനുള്ള സംവിധാനം ചെയ്യാൻ സാധിച്ചു. IFF, India Fraternity Forum, made a fundamental change in this. We crossed the barriers of states and languages. From our inception itself, we had representation from Lucknow to Chennai, from Patna to Mumbai. I would like to recall the humble words of some of our fellow citizens from North India who works there as laborers, who came to our inaugural ceremony. They said, there are lots of organizations working here in Qatar, but this is the first time we are being invited to a function with dignity and due care. Yes, our workers reach the people working at grassroots level. We listen to them. We help them to the extent possible. This is not a job you can do from ivory towers, sitting in ivory towers. It needs dedication and commitment. From the very beginning, we conceptualized 3 helplines in our activities: employment helpline, legal helpline, and medical helpline. The first 2 helplines are working fine and running now. Discussion is ongoing with one of the local charity organizations to start a joint effort in implementing the medical helpline. On the relief side, we were able to respond effectively. For example, India Fraternity Forum provided material and moral support to the blaze victims of labor camp accommodation last year. More than 600 pairs of clothes and other basic materials were collected within few hours and were distributed to the blaze victims. IFF was the first organization to reach the scene, which encouraged other community organizations to stretch helping hands to the victims. I am sure Popular Front will make a paradigm shift in Indian politics. The days of cheating and betrayal are over. We, the expatriates, will support you more than any other sections, as we are one of the most exploited segments among the citizens. Politicians and bureaucrats have aged our constitutional rights, the right to vote. I sincerely hope that Popular Front will make every effort in regaining this right to us, the expatriates, one of the biggest pillars of Indian economy. Prayers and tears and congratulations to Popular Front and National Political Conference. You just lead. People are awaiting in mass to support you. While I was coming from the Qatar, then my son asked, Papa, what you will bring? I told, what you want? He told, PP. I told, what is PP? Motor car. You know, PP. Really, after coming, I came to know, yes, I have to take PP, not to the Qatar only, but Bihar too. That is power to the people and positive politics. Your presence, your patience, your qurbani, it will not go waste. Remember, you are alone in this world, born alone, with a unique quality. Nobody is duplicate like you. Let me just go for a small narration.
One day for the NRI, this is commonly for the NRI people and those who are here in Doha, in Calicut, and we are in Doha. But our heartbeat, every breath, we remember you people. And in Urdu we say, Darya, you know that, ocean. Darya, nakar, pul, mismar mere, abhi kuch log rah gaye hain us paar mere. The child was waiting for father will come, and he has to ask one question, very silly question. Father is always coming after 10 o'clock. Child used to go to bed. But that day he has decided, I will not go to the bed until and unless I have to ask this question to my father. Father came, child asked, Papa, I have one question. What is the question? How much you earn in one day? After listening this, father became furious and he told, what silly question you are asking? For this you are waiting for me, for my arrival? What's your concern? Go get lost. They told, Papa, it is my concern. Please, can you tell me how much you earn for one day? Just please. Then he told, 100 real. After listening this one, he put his head down and he was waiting. Then he told, what happened to you? He told, no, nothing. Can you give me 50 real loan? Can you give me 50 real loan? Oh, for this reason you are asking. You will go and purchase some silly toys? No, Papa, I need it. Please, I need it. Then he has slapped and the boy has went to the room. And he was just sitting quietly, the boy. After some time, father was thinking, why I slapped it? What's the reason? Maybe some basic reason is there. So I have to rethink on this issue. Can I provide this 50 real to him? So after becoming cool, he went. He told, what happened, my son? I'm sorry. I'll pay you now. Tell me what's the reason. Then he just gave the 50 real. As the boy has received this 50 real, after that he's put his hand under the pillow cover and he's taking one real, and he's counting. And exactly he has the 50 real. After adding this 50 real, he told to father, Daddy, is it possible? Can I purchase one day from you? A few among them, which could be important to be noted here, is that one anti-dowry campaign, which took place very recently, that had a 1 month long program. Alhamdulillah, with the grace of Allah subhanahu wa ta'ala, we could reach this message to a certain long extent. Many people from different sectors have embraced the way we did that campaign. For that, we did a lot of public gatherings, discussions, flyer distributions, such and such activities. We got very good response in that program. Also, we had different programs which was focused to the development of students. For almost 5 years, every summer season, we do conduct skill enhancements program for these students, which lasts for 2 months every year. For all nationalities, especially the Asian nationalities. The students from age group from 12 to 18 get benefits out of it. And other programs that we used to do, that is focusing the families. Always what we saw in Bahrain, I don't know about the other GCCs,
The families are spending their time without any intention. Just simply after their duty time, they are simply spending their time without any fruitful intention. So we were always thinking to make them or bring them their attention for something good for their family itself. And we had a lot of such programs. One, we had like a series of programs that we focus what or how will be a better family, how you should develop the skill of your children, and how you can make your family an happy family. Such kind of aims we had for this series of family programs. കഴിഞ്ഞ 2 വർഷക്ക് മുമ്പ് ഒമാനിൽ ഉണ്ടായ ഒരു പ്രകൃതി ദുരന്തത്തിൽ വളരെ കൃത്യമായ ഒരു പ്രവർത്തനം നടത്താൻ വിചാരവേദിക്ക് സാധിച്ചിരുന്നു. ഗോനു എന്നുള്ള പേരിൽ ഒമാനിൽ ഒട്ടാകെ വീശിയടിച്ച ഒരു കൊടുങ്കാറ്റിൽ അതുപോലെ തന്നെ ഒരു വെള്ളപ്പൊക്കത്തിലും ഏതാണ്ട് 36ഓളം പേര് മരണപ്പെടുകയും ഏറ്റവും കൂടുതൽ ദുരിതത്തിൽ അകപ്പെട്ട അവിടുത്തെ പ്രവാസികളായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഒമാനിൽ ഗവൺമെൻറ്റോ അല്ലെ ഒമാൻ്റെ മിലിറ്ററിയോ പോലും രംഗത്ത് വരാതിരുന്ന തൊട്ടടുത്ത ദിവസം തന്നെ വിചാരവേദി പ്രവർത്തകർക്ക് ആ പ്രദേശങ്ങളിൽ എത്തിപ്പെടുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭത്താൽ ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിൽ ഏറ്റവും അടിയന്തരമായി തന്നെ അവർക്കാവശ്യമായ വെള്ളവും ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രങ്ങളും എത്തിക്കാൻ വിചാരവേദി പ്രവർത്തകർക്ക് സാധിക്കുകയുണ്ടായി. അത് പ്രവാസികൾക്ക്, മലയാളികളായ പ്രവാസികൾക്ക് മാത്രമല്ല, പാകിസ്ഥാനികളും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനികളും ബംഗ്ലാദേശികൾക്കും പോലും ഈ ഒമാനിലെ അന്നാട്ടുകാർക്ക് വേണ്ടി പോലും ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും എത്തിക്കാൻ ഒരു നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ വിചാരവേദിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ ചില പ്രദേശങ്ങളിൽ ഞങ്ങൾ എത്തിപ്പെടുമ്പോൾ ചില ഒമാനി കുടുംബങ്ങൾ കുട്ടികളുമായി രാത്രി ഭക്ഷണം ലഭിക്കാതെ ഒരു മെഴുകുതിരി വെളിച്ചത്ത് ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന ഭക്ഷണങ്ങൾ ഇന്ന് നിങ്ങൾ അത്താഴം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോഴില്ല, ഞങ്ങൾക്ക് ഭക്ഷണം എത്തിയിട്ടില്ല, ഒമാൻ്റെ മിലിറ്ററിയുടെ സഹായങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ സാഹചര്യങ്ങളിൽ ആ നാട്ടുകാരെ പോലും നമ്മുടെ കയ്യിലുള്ള ബാക്കി ഭക്ഷണം കൊടുത്തുകൊണ്ട് സഹായിക്കാൻ അന്ന് വിചാരവേദി പ്രവർത്തകർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഒമാനെക്കുറിച്ച് അറിയുന്നവർക്കറിയാം, സൂറ് പോലെയുള്ള ചില പ്രദേശങ്ങളിലും അതുപോലെ തന്നെ കൊറിയാത്ത് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ആരോരും അറിയാതെ ഒറ്റപ്പെട്ട് കിടന്നിരുന്ന മലയാളി സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ തമിഴ് സുഹൃത്തുക്കളുമൊക്കെ തന്നെ ആദ്യമായി അവർക്കൊരു സഹായവുമായി എത്തിച്ചേർന്നത് വിചാരവേദി പ്രവർത്തകരായിരുന്നു. വിചാരവേദി പ്രവർത്തകർ കൊണ്ടുകൊടുത്ത റൊട്ടി കഴിച്ചുകൊണ്ടാണ് 4-5 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവർ ആദ്യത്തെ വിശപ്പടക്കിയതെന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഓർത്തു പോവുകയാണ്. അതുപോലെ തന്നെ അറിയാം, ഗൾഫ് നാടുകളിൽ ഏറ്റവും കൂടുതൽ നോമ്പുതുറകളുടെ ബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമായ നാടുകളാണ്. ഓരോരോ മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും വ്യത്യസ്തമായ നോമ്പുതുറകൾ സംഘടിപ്പിക്കുമ്പോൾ എന്നാൽ മുഴുവൻ ആൾക്കാരെയും അണിനിരത്തിക്കൊണ്ട് സംഘടന പക്ഷപാതിത്വമില്ലാതെ ഭാഷാ വൈജാത്യങ്ങളില്ലാതെ മുഴുവൻ ആൾക്കാരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഏകതയുടെ സന്ദേശം അവരുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് വിചാരവേദി എല്ലാ വർഷവും 2000-നും 3000-നും ഇടയിൽ ആൾക്കാർ പങ്കെടുക്കുന്ന നോമ്പുതുറകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ നോമ്പുതുറയിലൂടെ ആ സമയത്തെ ഇന്ത്യയുടെ പുതിയ പുതിയ ചലനങ്ങളും മുസ്ലിം ഇഷ്യൂസും അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് അനുകൂലമായ ഒരു കളം ഒരുക്കിയെടുക്കുക എന്നൊരു പ്രവർത്തനങ്ങളും അതിലൊപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ള ആളുകൾ സാധാരണഗതിയിൽ നടത്തുന്ന ഷോപ്പീസ് പരിപാടികളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് ഇൻറ്റേർണലി നേരത്തെ പറഞ്ഞ മുഴുവൻ, നിങ്ങൾക്കൊക്കെ ഇപ്പം മനസ്സിലാവും, ഗൾഫ് എന്ന് പറയുന്നത് മറ്റൊരു ലോകമാണ്. അത്തരം പ്രവർത്തനങ്ങൾ, ലീഗൽ, മെഡിക്കൽ ഇത്യാദി പ്രവർത്തനങ്ങൾ, ഡെത്ത് ആക്സിഡൻറ്റ് കോമ്പൻസേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ നടത്തുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ വലിയ ഗന്ധകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വലിയ വലിയ പോർ വിമാനങ്ങൾ വരികയും
അങ്ങനെ വേറൊരു രാജ്യത്തേക്ക് വന്നപ്പോൾ ആ രാജ്യത്ത് ഇതെല്ലാം കൂടി വർഷിച്ചപ്പോൾ അതിൻ്റെ ഗന്ധങ്ങൾ ശ്വസിച്ചുകൊണ്ട് ധാരാളം പേർ രോഗികളാകുകയുണ്ടായി. അതോടൊപ്പം വീടും നാടും മുഴുവൻ എങ്ങനെ കെട്ടിയടക്കണമെന്ന ട്രെയിനിങ് ആയിരുന്നു അവിടെ ആ യുദ്ധസമയങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ഈ കെമിക്കൽ ശ്വസിച്ച് നമ്മൾ മരിച്ചു പോവുക, അതിന് വലിയ മൂടുപടങ്ങൾ എങ്ങനെ ഇടാം എന്നുള്ളതിൻ്റെയൊക്കെ ട്രെയിനിങ്. ഇത് കൊടുക്കുന്ന പ്രക്രിയയിൽ നമ്മൾ മുൻനിരയിൽ നിൽക്കുകയും മറ്റു സംഘടനകളൊക്കെ ഇത്തരം ട്രെയിനിങ്ങുകൾ ലൈഫ് സേവിങ് പ്രോഗ്രാമുകളൊക്കെയുള്ള ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ മുമ്പിൽ നിൽക്കുകയും മറ്റു സംഘടനകളിൽ ആ ട്രെയിനിങ് നമ്മിൽ നിന്ന് കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രസൻസ് എത്ര നിശബ്ദമായിട്ടും നമ്മൾ വളരെ സജീവമായി പ്രസൻസ് ഉണ്ടാവുകയും ഇപ്പോൾ അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിരുദ്ധ എന്താണോ നമ്മൾ വിരുദ്ധ ക്യാമ്പയിനുകളാണ് എല്ലാ സംഘടനകളും മത്സരിച്ച് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അത്തരം ഒരു ക്യാമ്പയിനും നടത്താതെ തന്നെ അതിനെ തടുക്കാനുള്ള ചില പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതി, ഞാൻ വരുമ്പോൾ 3 പേര് ഇന്ത്യക്കാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു കുവൈത്തിൽ, പിന്നെ ജോലി നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ. 3 തവണ കുറഞ്ഞിട്ടുള്ള ഓയിലിൻ്റെ പ്രൈസ് 3 തവണ കുറഞ്ഞിട്ടുള്ള അതിൻ്റെ അത്ര കുറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ബഡ്ജറ്റൊക്കെ ചുരുക്കിയിരിക്കുന്നു. ഇപ്പം ആളുകൾ കെട്ടിയും പെട്ടിയും ഒക്കെ എടുത്ത് എങ്ങനെയാണോ നേരത്തെ നിങ്ങൾ പ്രവാസികൾ എങ്ങനെയൊക്കെ അവിടെ നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ എന്നുള്ള വേദനകളൊക്കെ ഉണ്ടല്ലോ, ആ വേദനകളൊക്കെ ശമിപ്പിച്ചുകൊണ്ട് എങ്ങനെ വരാം എന്നുള്ളിടത്ത് എത്തിയിരിക്കുന്നു. അത് ദുബായിൽ കുവൈത്തിലുള്ളതിനേക്കാൾ കുവൈത്തിലെ വലിയ സാമ്പത്തിക ആണിക്കല്ലുകളായ ഇൻവെസ്റ്റ്മെന്റ് ഹൗസ് 20% അതിൻ്റെ ശമ്പളം കുറച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം ആളുകളോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ പോകാൻ തയ്യാറായിക്കൊള്ളുക എന്ന്. ചില ആളുകളെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്നു. അത് ദുബായിൽ കൂടുതലുണ്ട് എന്നാണ് നമ്മളുടെ അറിവ്. ഇതിൻ്റെ കണക്കുകളും വ്യവസ്ഥകളും ഒന്നും കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലല്ല നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. അതിന് നമുക്ക് പ്രവാസികൾ എന്നുള്ള നിലയ്ക്ക് കുവൈത്തിലെ ആളുകളുടെ ഒരു വികാരം, ഒരു റീഹാബിലിറ്റേഷൻ ഫണ്ട് അർജന്റായിട്ട് നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ അഖിലേന്ത്യാ വ്യാപകമായിട്ട് ഉണ്ടാക്കുകയും ഗൾഫ് റിട്ടേണേഴ്സിനെ വളരെ കാര്യക്ഷമമായി താങ്ങുന്ന ഒരു സംഭവം, ഒരു ഏതെങ്കിലും ഒരു ക്ഷേമനിധി ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. സമ്മേളന പരിപാടികളിൽ ഏറ്റവും പ്രഥമ സ്ഥാനം തന്നെ ആദ്യത്തെ ദിവസത്തെ ഫസ്റ്റ് സെഷനിൽ തന്നെ പ്രവാസികളായ ആളുകളെ സംഘടന പരിഗണിച്ചിരിക്കുന്നു എന്നുകൂടി ഈ തരുണത്തിൽ സഹോദരങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. 1-2 കാര്യങ്ങൾ മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന ഈ ദേശീയ രാഷ്ട്രീയ സമ്മേളനം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ചരിത്ര മുന്നേറ്റത്തിൻ്റെ ഒരു തുടക്കമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സദസ്സിൽ നമ്മോടൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഹോദരങ്ങൾക്കും സഹപ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.